പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലകൃഷ്ണനും വൈജയന്തിയും ഉറങ്ങാനായി റൂമിലേക്ക് വരുന്നുണ്ട്. വൈജയന്തി ബാലകൃഷ്ണനോട് പറയുന്നുണ്ട്, അമ്മയുടെ മെഡിസിൻ എല്ലാം തീർന്നിരിക്കണോ, നിങ്ങൾ നാളെ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മെഡിസിൻ വാങ്ങണം. ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിനെന്താ, അമ്മയുടെ മെഡിസിൻ്റെ ലിസ്റ്റ് ഇങ്ങത്താ, നാളെ ഞാൻ വരുന്ന സമയത്ത് അത് മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ പേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്, അതിൽ നിന്ന് എടുത്തോളൂ. ഇത് കണ്ട് നമ്മുടെ ബാലചന്ദ്രൻ പേഴ്സ് എടുത്ത് തുറന്നു നോക്കുന്ന സമയത്തിൽ അതിൽ ലിസ്റ്റൊന്നും കാണുന്നില്ല. പെട്ടെന്ന് ബെഡിലേക്ക് പേഴ്സ് അങ്ങ് കമഴ്ത്തുകയാണ് ലിസ്റ്റ് എടുക്കാനായിട്ട്. പക്ഷെ അതിൽ നിന്നും കുറച്ച് നോട്ടുകളും അതിൽ നിന്നൊരു മോതിരം അങ്ങ് ചാടുന്നുണ്ട്. പെട്ടെന്നാണ് ബാലകൃഷ്ണൻ്റെ കണ്ണിൽ ആ മോതിരം കണ്ണിൽപ്പെടുന്നത്. അതെടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, ഇതല്ലേ വൈജയ്, നീ ഇന്നലെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രശ്നമുണ്ടാക്കിയ നിൻ്റെ 1.5 പവൻ്റെ മോതിരം എന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ വൈജയന്തി മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. വൈജയന്തി നീ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, അതിപ്പോൾ എന്താ ഇത്രയ്ക്ക് പറയാനുള്ളത്, അല്ല ഇതിപ്പോൾ എങ്ങനെയാ ഇതിനകത്ത് വന്നത്, എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മോതിരം മേടിച്ച് തൻ്റെ വിരലിലിടുകയാണ്. ഇത് കാണാനില്ലെന്നും പറഞ്ഞ് ഇന്നലെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വൈജയന്തി നീ ഉണ്ടാക്കിയത്. ആ പെൺകുട്ടിയെ നീ എത്രമാത്രം ഉപദ്രവിച്ചു, അപമാനിച്ചു, പോലീസിനെ വിളിക്കുമെന്നും വരെ നീ പറഞ്ഞില്ലേ, നീ ആ കുട്ടിയോട് മാപ്പ് പറയണമെന്ന് പറയുക. ഇത് കേട്ട് വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്ത്, ആ വേലക്കാരി പെൺകുട്ടിയോട് ഞാൻ മാപ്പ് പറയേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിലൊരു സാധനം വെച്ചെടുത്ത് കാണാനില്ലെന്ന് പറഞ്ഞാലേ പോലീസിനെ വിളിച്ചെന്നിരിക്കും, നിങ്ങളതിന് ഇത്രയ്ക്ക് പറയാനൊന്നുമില്ല, കിടന്നുറങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ഉറങ്ങാനായി കിടക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ടേബിളിന് 4 ചുറ്റും ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബബിതയും ബാലചന്ദ്രനും വൈജയന്തിയും എല്ലാവരും വരുന്നുണ്ട്. കൃഷ്ണയോട് പറയുന്നുണ്ട്, മോളെ ഭക്ഷണം കഴിക്കുക, സ്കൂളിലേക്ക് പോകാനില്ലേ എന്ന് വൈജയന്തി ചോദിക്കുകയാണ്. അങ്ങനെ കൃഷ്ണമോളും കൈ കഴുകി വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും കഴിച്ചു തുടങ്ങുന്നുണ്ട്. കഴിക്കുന്നതിനിടയിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മക്കളെ ഇന്നലെ അമ്മയുടെ മോതിരം കാണാനില്ലെന്ന് പറഞ്ഞില്ലേ, ആ മോതിരം തിരിച്ചു കിട്ടിയെന്ന് പറയാട്ടോ. എന്നാൽ വൈജയന്തിയുടെ മുഖം ഒരുമാതിരി അങ്ങ് ചമ്മി പോകുന്നുണ്ട്. വൈജയന്തി പ്രതീക്ഷിച്ചില്ല നമ്മുടെ ബാലകൃഷ്ണൻ ഈ വിവരം ഇവിടെ വെച്ച് പറയുമെന്ന്. ഇത് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ആരാച്ചാ അത് എടുത്തത്? അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആരും എടുത്തതല്ല, നിൻ്റെ അമ്മയുടെ പേഴ്സിൽ തന്നെ അതുണ്ടായിരുന്നു എന്ന് പറയുക. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛാ ഇന്നലെ എത്രമാത്രം ആ ചേച്ചിയെ അമ്മ അപമാനിച്ചു, വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തി കൃഷ്ണമോളെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഇന്നലെ കാണാനില്ലെന്ന് പറഞ്ഞ മോതിരമില്ലേ, അത് തിരിച്ചു കിട്ടി. ഇത് കേട്ട് നമ്മുടെ അലീനക്ക് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. അലീന പറയുന്നുണ്ട്, ആണോ, തിരിച്ചു കിട്ടിയോ, അതെന്തായാലും നന്നായി, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇത് കേട്ട് നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വൈജയന്തി കൂസലിലായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, അല്ല ഇന്നലെ അലീനയെ ഇത് പറഞ്ഞുകൊണ്ട് ഒരുപാട് അപമാനിച്ചു, എന്തായാലും മോള് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയാണ്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് സ്വാഭാവികമല്ലേ, ഇവിടെ പുറത്തു നിന്നുള്ള ഒരാൾ ഞാൻ മാത്രമാണ്, അതുകൊണ്ട് സ്വാഭാവികമായും എന്നെ സംശയിക്കും, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് കിച്ചണിലേക്ക് പോവുകയാണ്. ഉടനെ വൈജയന്തി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ദേ നിങ്ങൾ അവളോട് മാപ്പ് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്ത്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നോ, നിനക്ക് വേണ്ടിയാണ് ഞാൻ അവളോട് മാപ്പ് പറഞ്ഞത്, എന്നിട്ടും അവളുടെ നിൽപ്പ് കണ്ടില്ലേ എന്നിങ്ങനെ പറയാണ് വൈജയന്തി. അത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ അവളുടെ മര്യാദ, അവൾ അങ്ങനെ നിന്നത്. ആ കുട്ടിയെ ഇന്നലെ നീ എന്തൊക്കെ പറഞ്ഞ് അപമാനിച്ചു, പോലീസിനെ വരെ വിളിക്കുമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ടും ആ കുട്ടി അതിനെ മറുത്തൊന്നും പറഞ്ഞില്ലല്ലോ, മിണ്ടാതെ നിന്നതല്ലേയുള്ളൂ. ഇത് കേട്ട് വൈജയന്തി ബാലചന്ദ്രനൊന്നും നോക്കിക്കൊണ്ട് മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം വൈജയന്തി നേരെ ചെല്ലുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലേക്കാണ്. ഭക്ഷണം കഴിച്ച് മുത്തശ്ശി പ്ലേറ്റ് അവിടെ വെക്കുന്നുണ്ട്. നമ്മുടെ വൈജയന്തി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ എങ്ങനെയുണ്ട് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ, വലിയ രുചിയൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കാട്ടോ. എന്താ രുചിയില്ലെന്നോ, അവളുണ്ടാക്കുന്ന പൊട്ടാറ്റോ കറിയും പലഹാരങ്ങളും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, എന്താ വൈജയന്തി നീ ഇങ്ങനെ പറയുന്നത് ചോദിക്കുക. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, അമ്മയുടെ നാക്കൊക്കെ കുറച്ച് പഴകിയ നാക്കല്ല, അമ്മയ്ക്ക് ടേസ്റ്റൊന്നും ഉണ്ടാവത്തില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് അറിയാത്തത്, വലിയ ടേസ്റ്റൊന്നും ഇല്ല എന്നിങ്ങനെ പറയാട്ടോ വൈജയന്തി. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല
അമ്മേ അവളെവിടെ അവളെവിടെ പോയി? അമ്മ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ഒന്നും എടുത്തിട്ടില്ല. അമ്മയുടെ കൈ കഴുകാൻ അവൾ വെള്ളം തന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുക. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ നീ എന്തിനാ വൈജ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവൾ ഇങ്ങോട്ട് വന്നോളും. അവളെ എന്നെ നോക്കി മാത്രമല്ലല്ലോ ഇരിക്കുന്നത്. ഇവിടുത്തെ ജോലികളെല്ലാം കഴിയണ്ടേ? അത് കഴിഞ്ഞ് അവൾ ഇങ്ങ് വന്നോളും എന്ന് പറയാട്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്യണം. എവിടെ അവളെന്ന് ചോദിച്ചിട്ട് അലീനെ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. അലീന അത് കേട്ട് പെട്ടെന്ന് അങ്ങ് റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് വൈജയന്തി, അതെ നീ അമ്മയുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് എടുത്തു വെച്ചോ? അമ്മയുടെ കൈ കഴുകിച്ചോ നീ എന്ന് ചോദിക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അലീന പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവുമായി അമ്മയുടെ കൈകളെല്ലാം കഴുകി കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ അമ്മ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, അല്ല വൈജയ് നിന്റെ മോതിരം കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഇത് കേട്ട് വൈജയന്തി അലീനയുടെ നേരെ തിരിയുന്നുണ്ട്. ഓഹോ നീ അപ്പോഴേക്കും അമ്മയുടെ ചെവിയിൽ അത് എത്തിച്ചോ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അതെ ആ കുട്ടിയെ വഴക്ക് പറയണ്ട, എന്നോട് കൃഷ്ണമോളായി ഈ വിവരം പറഞ്ഞത്. ഇത് കേട്ട് വൈജയന്തി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെ നീ ഇന്നലെ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞതല്ലേ, ആ കുട്ടിയെ എത്ര അപമാനിച്ചു? നീ ആ കുട്ടിയോട് മാപ്പ് പറയേണ്ടതാ ശരിക്കും എന്ന് പറയാട്ടോ. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, അതെ മാപ്പ് പറയാനോ? ഈ പിഴച്ച് പ്രസവിച്ച ഇവളോട് ഞാൻ മാപ്പ് പറയാനോ? ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട്, വൈജയ് നീ എന്താ ഈ പറയുന്നത്? എന്തിനാ ഈ കുട്ടിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ആവശ്യമില്ലാതെ എന്ന് ചോദിക്കുക കേട്ടോ. എന്നാൽ പിഴച്ച് പ്രസവിച്ചു എന്ന് കേട്ടതും നമ്മുടെ അലീന കരഞ്ഞു. അലീനയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. നമ്മുടെ വൈജയുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, പിഴച്ച് പ്രസവിച്ചത് എൻ്റെ അമ്മയല്ലേ എന്നിട്ട് ചോദ്യം അങ്ങ് ചോദിക്കുക കേട്ടോ. ഇത് കേട്ട് വൈജയന്തി നമ്മുടെ അലീനയോട് പറയുന്നുണ്ട്, അതെ നിന്റെ അമ്മ തന്നെയാ പിഴച്ച് പ്രസവിച്ചത്. ആ സ്ത്രീയെ നിനക്കറിയില്ലല്ലോ, നീ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ആലീൻ അങ്ങനെ കടിച്ച് പിടിച്ച് സത്യം പുറത്ത് പറയാനാവാതെ ഇങ്ങനെ തൊള്ള തുറക്കാണ്ട് വായ തുറക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് പറയണം എന്നറിയാണ്ട്. പെട്ടെന്ന് തന്നെ അലീന അവിടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയെയും ത്രേസ്യയും ഒക്കെ കാണിക്കുന്നത്. ത്രേസ്യയും ഭർത്താവും കൂടി പുറത്തു പോയി കാറിൽ വന്ന് ഇറങ്ങുവാണ്. അപ്പോഴാണ് മഴ പെയ്യുന്നത്. ഓ കുട എടുത്തില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി ഒരു കുടയും എടുത്തുകൊണ്ട് ഓടി വരുവാണ്. ദേ അതാ രേവതി കുടയുമായിട്ട് വരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി ഓടി വന്ന് ഡോറൊക്കെ തുറന്നു കൊടുത്ത് നമ്മുടെ ത്രേസ്യയെ കുടക്കീഴിലാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വാ ഇതിനകത്തേക്ക് നിൽക്ക്, 2 പേരും നിന്നോ എന്നിങ്ങനെ പറയാട്ടോ. എന്നിട്ട് ത്രേസ്യയും അമ്മച്ചനും കൂടി വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഗ്രേസിയുടെ കയ്യിൽ കുറച്ച് കവറുകളൊക്കെ ഉണ്ട്. അതെല്ലാം ടേബിളിൽ വെക്കുന്നുണ്ട്. രേവതിക്കുട്ടി പോയി 2 ഗ്ലാസ് ചായയുമായി എടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് മാമച്ചനോട് പറയുന്നുണ്ട്, ഇതേ ജിഞ്ചർ ടീയാ, നല്ല ടേസ്റ്റ് ഉണ്ട്, കുടിച്ചു നോക്ക് എന്ന് പറയാട്ടോ. എന്നിട്ട് രേവതി അങ്ങ് തിരിഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ ഗ്രേസിയ പറയുന്നുണ്ട്, അല്ല രേവതി നീ എന്താ ഇതൊന്നും റൂമിലേക്ക് വെക്കാത്തതെന്ന് ചോദിക്കാട്ടോ കവർ നോക്കിയിട്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ ഇത് ഏത് റൂമിലേക്കാണ് വെക്കേണ്ടതെന്ന് കൊച്ചമ്മ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിൻ്റെ റൂമിലോട്ട് എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ രേവതി 2 പേരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ റൂമിലോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ഗ്രേസി എണീറ്റ് കവറിൽ നിന്നും ഡ്രസ്സുകളെടുത്ത് രേവതിക്കുട്ടിയുടെ ദേഹത്തിങ്ങനെ വെച്ച് നോക്കുക. ഇത് നല്ല ഭംഗിയുണ്ട് നിനക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. രേവതിക്കുട്ടി ഇങ്ങനെ വിശ്വസിക്കാനാവേ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. പിന്നീട് നമ്മുടെ ചിന്നുകുട്ടി ഇങ്ങനെ ഉറക്കത്തിൽ നിന്നും എണീറ്റിരുന്ന് കരയുവാണ്. ആയ പെട്ടെന്ന് ചെന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തിനാ മോളെ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചിന്നുമോള് പറയുന്നുണ്ട്, അത് അലീന ആൻറ്റിയെയും രേവതി ചേച്ചിയെയും ഒക്കെ ഞാൻ മമ്മിയൊക്കെ സ്വപ്നം കണ്ടു എന്ന് പറയാട്ടോ. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ സിസ്റ്റർ വരുന്നുണ്ട്. എന്തിനാ മോളിങ്ങനെ കരയണേന്ന് ചോദിക്കുകയാണ്. അവളിപ്പോൾ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അലീനയും രേവതിയൊക്കെ മമ്മിയൊക്കെ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. ഇത് കേട്ട് സിസ്റ്റർ പറയുന്നുണ്ട്, അവരായിരുന്നു അല്ലോ ഇവളുടെ എല്ലാം. അവൾ അവരെ സ്വപ്നം കാണുന്നുണ്ടാവും, നീ അവളെ സമാധാനിപ്പിച്ച് ഉറക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്.